ജീവകാലം വാഴ്ത്തിടുമേ. നന്ദിയുള്ളു ദൈവമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ചിന്താവിഷയം ദൈവരാജ്യത്തിൻ്റെ സാർവത്രികത എന്നുള്ളതാണ്. യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും അവനെ കാണുവാൻ വന്നുവെന്ന് ശിഷ്യന്മാർ അവനെ അറിയിച്ചപ്പോൾ അവൻ്റെ മറുപടി, എൻ്റെ അമ്മയും സഹോദരന്മാരും ആരാണ്? അവൻ ചുറ്റുമിരിക്കുന്നവരെ നോക്കി, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് പ്രഖ്യാപിക്കുന്നു. ഇവിടെ യേശു കുടുംബബന്ധത്തെ നിഷേധിക്കുകയല്ല, പകരം ഒരു പുതിയ ആത്മീയ കുടുംബത്തെ പ്രഖ്യാപിക്കുന്നു. രക്തബന്ധമല്ല, വിശ്വാസബന്ധം. ദൈവരാജ്യത്തിൽ അംഗത്വം ലഭിക്കുന്നത് ജന്മം കൊണ്ടോ ജാതി കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നതിലൂടെയാണ്. ദൈവകുടുംബത്തിൽ അംഗങ്ങളായി തീരുന്നത് ദൈവരാജ്യം ഒരു പ്രത്യേക സമൂഹത്തിനോ ദേശത്തിനോ മാത്രമുള്ളതല്ല. അതൊരു സാർവത്രിക രാജ്യമാണ്, എല്ലായിടത്തും എല്ലാ മനുഷ്യർക്കും ഉള്ളത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും ഒരേ കുടുംബമാണ്. അതിന് ഭാഷയോ ജാതിയോ വർഗമോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും തടസ്സമാവുകയില്ല. ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നാം തിരിച്ചറിയണം കുടുംബം എന്നതിൻ്റെ പുതിയ അർത്ഥം. യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ തുറക്കുകയാണ്. ദൈവസഭ ഒരാത്മീയ കുടുംബമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, പരസ്പരം സഹോദരങ്ങളായി ജീവിക്കുന്ന അനുഭവം. ഇതിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത ദൈവത്തിന് ഇഷ്ടം ചെയ്യുക എന്നത് മാത്രം. അതുമാത്രമാണ് ദൈവരാജ്യത്തിലെ അംഗങ്ങളുടെ അടയാളവും. സമൂഹത്തിലെ ഭേദങ്ങൾ ഇല്ലാതാക്കുന്ന ശക്തിയാണ് ദൈവരാജ്യം. എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന അനുഭവം. പ്രിയരെ, ദൈവരാജ്യം സാർവത്രികമാണ്. അതെല്ലാവരെയും ക്ഷണിക്കുന്നു. അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെ അവൻ തൻ്റെ രാജ്യത്തിൽ ഉൾക്കൊള്ളുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ രാജ്യം സാർവത്രികമാണെന്ന് മനസ്സിലായി. എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.